നമ്മുടെ സ്വന്തം കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകൾ അത് മറുഭാഷയിൽ കേട്ടിട്ടുണ്ടോ? അതും അധികം പേർ സംസാരിക്കാത്ത കൊങ്ങിണി ഭാഷയിൽ. ഭജന, നാടകം, നിരവധി സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ. അങ്ങനെയുള്ളൊരു കലാകാരനാണ് അണ്ടിക്കടവ് സുരേഷ് പൈ. അണ്ടിക്കടവ് സുരേഷ് പൈയാണ് ഈ വ്യത്യസ്തമായ കൗതുകമുള്ള ഈ കലാവിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. ಹಡ್ಡ ಪುಡ್ಡಿಕೊಂಡು ವಜ್ಜವನು ಮೆಳ್ಳಲ್ ಸಗ ದಾಡಿದು ಮಾಡಿಕೋರ್ನು ಅಂಗಲ್ ಚೆಲ್ಲೆ ಕಷ್ಟಂಗಲಕ್ಕರೆ ಸಂದಲ್ಯ ತಿಕ್ಕತು ವಾಟಾದಾರ್ ಕರ್ಸಿದೆ ಸಂದಲ್ಯ ಹಡ್ಡ ಪುಡ್ಡಿಕೋರ್ನು ವಜ್ಜವನು ಮೆಳ್ಳಲ್ ಸಗ ದಾಡಿದು ಮಾಡಿಕೋರ್ನು ಅಂಗಲ್ ಚೆಲ್ಲೆ ಕಷ್ಟಂಗಲಕ್ಕರೆ ಸಂದಲ್ಯ തിക്കത്തു വാട്ടാതാർ കർഷിയുടെ സന്ദല്യ. പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തോടെ 16-ാം നൂറ്റാണ്ടിൽ ഗോവയിൽ നിന്ന് കൊങ്ങിണികൾ കൊച്ചിയിലേക്ക് കുടിയേറി. അന്നു മുതൽ ആ സംസ്കാരവും മലയാളത്തിൻ്റെ ഭാഗമായി. GSB സമൂഹം പാലായനം ചെയ്ത് 15-ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് വന്നെടുത്ത സ്ഥലമാണ് അണ്ടിക്കടവ്. അവിടുത്തെ ക്ഷേത്രമാണ് ഏറ്റവും പുരാതനമായിട്ട് കേരളത്തിലെ മന്താർ ദൈവം എന്ന് പറയുന്നത്, അതായത് കാർന്നൂർ ദൈവം. അത്രയും പഴക്കമുള്ളതുകൊണ്ടാണ് അതിനെ കാർന്നൂർ ദൈവം എന്ന് വിളിക്കുന്നത്. ലിപിപരമായ ചില ആശയക്കുഴപ്പങ്ങൾ കൊങ്ങിണി ഭാഷ പേർന്നുണ്ട്. ദേവനാഗരി, റോമൻ, കന്നഡ, മലയാളം ലിപികളിൽ ഈ ഭാഷ വ്യാപരിക്കുന്നുണ്ടെങ്കിലും ധാരാളം നാസികകളും ഒകാരങ്ങളും അർത്ഥോകാരങ്ങളും നിറഞ്ഞ കൊങ്ങിണി ശബ്ദവിശേഷങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ ഈ ലിപികൾക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ വാമൊഴിയിലൂടെയാണ് കൂടുതലും കൊങ്ങിണി ഭാഷയുടെ തനിമ നിറഞ്ഞ സഞ്ചാരം നടക്കുന്നത്. അവിടെയാണ് സുരേഷ് ബാബു പയ്യെ പോലുള്ള ചെറിയ കലാകാരന്മാരുടെ പ്രസക്തി. ഞാനിത് എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലും പാരഡി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാൻ, നമ്മളിപ്പോഴത്തെ ഈ സ്പീഡ് ലൈഫിൽ ഒന്ന് എൻ്റർടൈൻ ചെയ്യാനായിട്ട് സന്തോഷപ്രദമാകാനായിട്ട് അങ്ങനെയുള്ള പാട്ടാണ് ഞാൻ കൂടുതലും എഴുതുന്നത്. അതിലൂടെ കൊങ്ങിണി പാരഡിയിലൂടെ ഒരു ചെറിയ മെസ്സേജെങ്കിലും അടുത്ത തലമുറയ്ക്ക്, ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പഴയ വേർഡ്സ് വെച്ചാൽ ഇപ്പോൾ അത് പ്രചാരത്തിലില്ല, കാര്യം സംസാരിക്കുന്നത് തന്നെ കുറഞ്ഞു വന്നേക്കണമുണ്ട്. അങ്ങനെ പഴയ ചില വേർഡ്സുകൾ, പിന്നെ ഒരു മെസ്സേജ്, എന്തെങ്കിലും നല്ലതായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാറുണ്ട്. 1977 പുറത്തിറങ്ങിയ സ്നേഹസീമ എന്ന സിനിമയിലെ പരിപ്പുവട പക്കുവട എന്ന ഹാസ്യഗാനത്തിന്റെ പാരഡിയുമായാണ് 1979 സുരേഷ് ബാബു വേദിയിലെത്തുന്നത്. അതിങ്ങനെ പെട്ടെന്നിങ്ങനെ തോന്നിയ എഴുതിയാണ്. അത് ചെയ്തതെന്ന് വെച്ചാൽ പത്രടം എന്ന് പറയും. പത്രടം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൊങ്ങിണിമാരുടെ പ്രത്യേക ഡിഷാണ്. നല്ല വിഭവം എന്ന് പറയുന്നത്, നല്ല സ്വാദിഷ്ടം. നമ്മൾ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും പത്രവട വേണമെന്ന് ചോദിച്ചാൽ ആരും തള്ളിക്കളയില്ല, ഒരു കഷ്ണമെങ്കിലും കഴിക്കും. അത്രയും സ്വാദിഷ്ടമാണ്. എഡിക്റ്റഡ് എന്ന് വേണേൽ പറയാം. പക്ഷെ നല്ല ഹെൽത്തി ഫുഡാണ്. പത്തർവടോ മസൽവടോ, പത്തർവടോ മസൽവടോ, പത്തർവടോ മസലോടോ, ദാളിയോടോ പപ്പടവോടോ, അംക ഹവ്യായ ഓടോ ഓടോ ഓടോ, തുമ്മി ഹയ്യായ ഓടോ ഓടോ, അംക ഹവ്യായ ഓടോ ഓടോ ഓടോ, തുമ്മി ഹയ്യായ ഓടോ ഓടോ, പത്തർവടോ മസലോടോ. പിന്നെ നാടകം, സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ, ഭജന എന്നിങ്ങനെയായി കൊങ്ങിണി ഭാഷയെ അടുത്ത തലമുറയിലേക്ക് തന്നാലാവും വിധം കൈമാറുകയാണ് സുരേഷ് ബാബു. ദാവഹത്താൻ ചിപ്പട കാണു, ഉജ്ജത്താരി തീനവേള ഉദ്ദാ കാണു, ആജമൻ കോർക്ക ചിപ്പട ദാവത്താൻ കാടറേ. പഞ്ചാമൃത് 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 82 നവോദയമായിട്ടുള്ള ഇതിൽ മാമാട്ടി കുട്ടിയമ്മ എന്നുള്ള അവരുടെ സിനിമയിലുണ്ട്, മൈഡിയർ കുട്ടിച്ചാത്തലിലുണ്ട്, 1 മുതൽ 0 വരെ എന്നുള്ള 3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൊങ്ങിണി നാടകങ്ങളിൽ, പിന്നെ ചേർത്തലയിൽ നിന്ന് ആദ്യമായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ ചേർത്തലയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, യോരെന്നും പറഞ്ഞിട്ട്. അതിലൊരു കോമഡി സീനിലുണ്ട്. പിന്നെ ആദ്യത്തെ സ്ട്രീറ്റ് പ്ലേ, തെരുവ് നാടകം എന്ന് പറയാം, 2 സ്ട്രീറ്റ് പ്ലേയിലുണ്ട്. നാടൻ പാട്ടുകളോടും കലാഭവൻ മണിയോടുമുള്ള ഇഷ്ടമാണ് ആ പാട്ടുകളുടെയും കൊങ്ങിണി പതിപ്പിനെക്കുറിച്ച് ചിന്തിക്കാൻ സുരേഷ് ബാബുവിനെ പ്രേരിപ്പിച്ചത്. ഞാനൊരു 4-5 പാട്ട് എഴുതിയിരിക്കുന്ന കലാഭവൻ മണിയുടെ പാരഡിയിൽ കൊങ്ങിണിയിൽ എഴുതിയിരിക്കുന്നത്. കാര്യം കലാഭവൻ മണി എന്ന് വെച്ചാൽ നാടൻ പാട്ടിൻ്റെ ഉസ്താദാണെന്ന് പറയാം. അപ്പോൾ അത് നല്ല നാടൻ പാട്ടെന്ന് വെച്ചാൽ ആ ഈണങ്ങൾ നല്ലതായിരിക്കും. മിൻ മിൻ കജോല മിൻ മിൻ കജോല ബിൻ ബിൻ കൽക്കാൻ തു തുഖയുബത
तू एकलो नहीं वे तू कभैयदी सुन्नावे अम्मे तुझे ഒട്ടു ഏം കാവേ. ഗോവയിൽ നിന്നെത്തിയ കൊങ്ങിണികൾ മലയാളത്തിന് നൽകിയ ഭക്ഷണ വിഭവമാണ് പപ്പടം. അതുപോലെ ആസ്വാദികരമായ ഭാഷയുടെ കൊടുക്കൽ വാങ്ങലുകൾ നമ്മുടെ സംസ്കാര വൈവിധ്യത്തിന് കൂടുതൽ ചാരുത പകരുന്നു. ಹಡ್ಡ ಪುಡ್ಡಿಕೊಂಡು ವಜ್ಜವಾವ್ನು ಬೆಳ್ಳಲ್ ಸಗ್ಗ ಧಾಡಿದು ಮಾಡಿ ಕೋರ್ನು ಅಮ್ಗೆಲ್ ಚೆಲ್ಲೆ ಕಷ್ಟಂಗಾಲ್ ನಕ್ಕರೆ ಸನ್ನಲ್ಯ ತಿಕ್ಕತು ಆಟಾದಾರ್ ಕರ್ಶೀರೆ സന്നല്യ. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.